ഇന്നലെ വൈകിട്ട് ഒരു 5:30 മുളവാട് സ്റ്റേഷനിൽ നിന്ന് CAയും ഒരു ASI പിന്നെ ഒരു റൈറ്റർ ഒരു വനിതാ കോൺസ്റ്റബിളാണെന്ന് തോന്നുന്നു. അവരുടെ സംഘം വന്നിട്ട് വൈഫിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് കാണാമെന്ന് പറഞ്ഞു. അവർ അകത്ത് കയറി. അപ്പോൾ എന്നോട് പറഞ്ഞൊന്ന് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് നിന്നു. അതിനുശേഷം ഞാൻ ഇവർ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് വൈഫിനോട് ചോദിച്ചു എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു. വൈഫ് പറയണത് ഇവരെന്താണ് ഈ ചെയ്യണത്, ഇവരെന്തൊക്കെയാണ് പറയണത്, ഇവർ ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കണത്. എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ സംഭവിച്ചത്, ഈ ഇരുമ്പോടി കൊണ്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ തലപൊട്ടിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ വൈഫ് പറഞ്ഞു എൻ്റെ തല പൊട്ടിയത് എന്നെ ഇരുമ്പോടി വെച്ച് ഒരാൾ വന്ന് ആദ്യം അടിച്ചു. തല പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തല പൊത്തി പിടിച്ചുകൊണ്ട് നിലത്തിരിക്കുകയാണ് ചെയ്തത് മണ്ണിൽ. അപ്പോൾ കയ്യിൽ കൂടി ബ്ലഡ് രക്തം ഒഴുകണുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞല്ലേ നിങ്ങളിനി എങ്ങാനും അവിടെ വല്ല വീണിട്ട് വല്ല പൊട്ടിയാണോ? അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, കുറച്ചൊക്കെ പരിക്കുകളല്ലേ ഉള്ളൂ. എൻ്റെ ഭാര്യയുടെ തലയിൽ 20 സ്റ്റിച്ചുണ്ട് ടോട്ടൽ. ഈ മുതുകിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുമ്പോടി കടിച്ച പാടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. കൈക്ക് ഗുരുതരമായ പരിക്കുകൾ 2 കൈക്കുണ്ട്. ഇത്തരം പരിക്കുകളും ഇത്തരം ഗുരുതരമായിട്ടുള്ള ഇതിൽ നിർത്തിയിട്ടും ഇവർ വന്നിട്ട് ഇങ്ങനെയുള്ള സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ സംശയമുണ്ട്. ഇപ്പോൾ ഈ കേസ് ഈ പറഞ്ഞ തിലകൻ ഞങ്ങളെ വധഭീഷണിപ്പെടുത്തുമെന്ന് ഒരാഴ്ച മുന്നേ തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട്. അവർക്കല്ല, അവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ഞങ്ങളെ വധിക്കുമെന്നാണ് പറഞ്ഞത്. ഈ ചെമ്മീൻകെട്ടിൽ CCTV വെച്ചതുമായി തുടങ്ങിയ പ്രശ്നമാണോ? ചെമ്മീൻകെട്ടിൽ ഞങ്ങൾ CC ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടെ മോഷണം നടത്തിയിട്ട് അവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ തിലകൻ്റെയും ഈ പറഞ്ഞ ഭഗവാൻ എന്ന് പറഞ്ഞ ആൾക്കാരുടെയൊക്കെ കസിൻസാണ് ഇവരന്ന് തന്നെ നമ്മൾക്ക് ഭീഷണി തുടങ്ങിയിട്ടുണ്ട്. ആ കേസ് കൊടുത്ത സമയത്ത് തുടങ്ങി. അതിനുശേഷമാണ് പല പ്രശ്നങ്ങൾ ഇവരുണ്ടായിക്കൊണ്ടുവന്ന് അവിടെ വെള്ളം കയറണമെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടുവന്ന് ഇതെല്ലാം സ്റ്റേഷനിൽ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോകളെല്ലാം കവർ ചെയ്ത് വെച്ചേച്ചുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ലാസ്റ്റ് അവർക്ക് ഒന്നും ചെയ്യാതെ പറ്റാതെ വന്നപ്പോൾ ഇനി വധിക്കുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നുള്ളൊരു ഇതിലോട്ട് ലാസ്റ്റ് അവർ വന്നത്. ഇപ്പം മുളകാട് സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായിട്ടൊരു പരാതിയുണ്ടോ? പരാതിയുണ്ട്. ഞാൻ കമ്മീഷന് പരാതി കൊടുക്കാനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അത് എൻ്റെ വൈഫിന് ഇന്നലെ ഇവർ സംസാരിച്ചത് ഭയങ്കര സങ്കടമായിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരവസ്ഥയിൽ നിന്നിട്ടും ഇവർ വന്നിട്ട് ഇത് ഭയങ്കര നിസ്സാരവൽക്കരിക്കാനായിട്ടാണ് സംസാരിച്ചുകൊണ്ട് എന്ന് വെച്ചത്. ആർക്ക് വേണ്ടിയായിരിക്കും ഈ പോലീസ് ഇത്തരത്തിലൊരു അട്ടിമറി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത്? ഇത് മുളവാട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് വന്ന് അവിടെ ചെയ്യണ ഒരാളാണ്. ഞാനും എൻ്റെ വൈഫും. അവരാണെങ്കിൽ പരിസരത്തുള്ള ആൾക്കാർ, മുളവാട് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഈ തിലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMൻ്റെ അവിടുത്തെ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വൈഫിൻ്റെ മൊഴിയിൽ ഈ തിലകൻ ഭഗവാൻ ഒരു 4-5 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വധശ്രമത്തിന് ശ്രമിക്കുമെന്ന് പറഞ്ഞേക്കണം. ഇവരെയൊന്നും ഇതുവരെയായിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യാനോ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ കമ്മീഷണർക്ക് പരാതി കൊടുക്കുമ്പോൾ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പം തന്നെ ഈ പ്രതികളെ ഇതുവരെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചിട്ടില്ലല്ലേ? ഇതുവരെ നമുക്ക് അതിനുള്ള ഒരു വിവരങ്ങളൊന്നും തന്നിട്ടില്ല. അവർ വരിക, ചോദിക്കുക, ഇതുപോലെ എന്തെങ്കിലും ചോദിച്ചിട്ട് പോവുക, വേറെ ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ ഇത് പറയുക, അങ്ങനെ പോകണമല്ലാതെ ഇവരിത് സമയം കണ്ടെത്തി പ്രതികൾക്ക് രക്ഷപ്പെടാനും ഈ തെളിവുകളുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് എൻ്റെ വൈഫിൻ്റെ ബലമായ സംശയം.